ഉലക നായകൻ കമൽ ഹാസൻ, ബ്രഹ്മാണ്ഡ സിനിമകളുടെ അമരക്കാരൻ ശങ്കർ. ഇരുവരുടെയും കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നായിരുന്നു ഇന്ത്യൻ. പതിറ്റാണ്ടുകൾക്കിപ്പുറം അതിനൊരു രണ്ടാം ഭാഗം വരുന്നു എന്ന അനൗൺസ്മെന്റ് മുതൽ പ്രേക്ഷകർ കട്ട കാത്തിരിപ്പിലായിരുന്നു ഇന്ത്യൻ 2-വിനായി. ആ കാത്തിരിപ്പ്, അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നോ നെഗറ്റീവ് ആയിരുന്നോ നമുക്ക് നോക്കാം. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതുകാലത്തും ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന അഴിമതികളും അനീതികൾക്കെതിരെയും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ് സിദ്ധാർത്ഥ് അവതരിപ്പിക്കുന്നത്. സിദ്ധാർത്ഥും സുഹൃത്തുക്കളും നടത്തുന്ന ബാർക്കിംഗ് ഡോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ വഴി അവർ അഴിമതിക്കാർക്കെതിരെ രംഗത്തെത്തുന്നു. എന്നാൽ അവരുടെ ശ്രമങ്ങൾക്ക് ഫലമൊന്നും കാണുന്നില്ല. ഈ സമയം ഒരു കാലത്ത് അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത ഇന്ത്യൻ താത്തയെ അവർ തിരിച്ചു വിളിക്കുകയാണ്. കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗ് വൈറലാകുന്നു. ഒടുവിൽ ഇവരുടെ പോരാട്ടത്തിലേക്ക് ഇന്ത്യൻ എന്ന സേനാപതി എത്തുകയാണ്. അങ്ങനെ സേനാപതി എത്തുന്നതോടെ ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നൊക്കെയുള്ള കുറേയേറെ കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ഇന്ത്യൻ താത്തയായി കമൽഹാസൻ സേനാപതി എന്ന കഥാപാത്രമായി വീണ്ടും എത്തുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമാണ് മനസ്സിൽ തോന്നിയത്. നമ്മുടെ ശങ്കറിന്, നമ്മുടെ കമൽഹാസൻ എന്ന ഉലക നായകന് ഇവർക്കൊക്കെ എന്താ പറ്റിയത്? ഉലക നായകൻ, സകലകലാവല്ലഭൻ എന്നൊക്കെ ഉള്ളറിഞ്ഞ് പുകഴ്ത്തിയിരുന്ന ആ മഹാനടൻ കമൽഹാസനും ശങ്കറും കൂടെ ഒരു ഫാൻസി ഡ്രസ് ഒരുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇന്ത്യൻ 2 എന്ന സിനിമ കണ്ടു തീർത്തത്. പലപ്പോഴും വളരെ നിരാശ നൽകുന്ന പ്രകടനങ്ങൾ തന്നെയാണ് ചിത്രത്തിൽ ആവോളം കണ്ടത്. ഇന്ത്യൻ 1-ാം ഭാഗം കാണുമ്പോൾ തോന്നിയ ആവേശവും സേനാപതി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ ആരാധനയും ഒക്കെ കോമഡിയാക്കിയാണ് 2-ാം ഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ 2 എന്നത് ഇന്ത്യന്റെ ഒരു സ്പൂഫ് മൂവി ആക്കി എടുത്തിരുന്നെങ്കിൽ പോലും പ്രേക്ഷകർക്ക് കുറച്ചുകൂടി സിനിമയോടൊരു ഇഷ്ടം തോന്നിയേനെ. ഇത് ഇങ്ങനെയൊക്കെ ആവാൻ പ്രധാന കാരണമായി തോന്നിയത് ഒരുപക്ഷെ സേനാപതി എന്ന താത്ത പരിവേഷമാണ്. കമൽഹാസൻ നിരവധി വ്യത്യസ്തമായിട്ടുള്ള വേഷമാറ്റങ്ങളിൽ എത്തി നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു വമ്പൻ താരമാണ്. പക്ഷെ ഇങ്ങനെ മാസ് കാണിച്ച് ചിരിപ്പിച്ച വേഷം കെട്ടൽ ഇതാദ്യമാണ്. അതിന് കാരണം ഒട്ടും ചേരാത്തൊരു വിഗും, ഒട്ടും ചേരാത്ത കുറേയേറെ മേക്ക് ഓവറുകളും ഗ്രാഫിക്സിന്റെ സഹായത്തോടെയും പ്രോസ്തറ്റിക് മേക്കപ്പും എല്ലാം കൂടി ഒരുമാതിരി കോലത്തിലാണ് സേനാപതി എന്ന കഥാപാത്രമായി അദ്ദേഹം വന്നിരിക്കുന്നത്. ഒപ്പം ശങ്കറിന്റെ തന്നെ ഇന്ത്യൻ 1-ാം ഭാഗം, ജെന്റിൽമാൻ, അന്യൻ തുടങ്ങിയ പല സിനിമകളിലും നമ്മൾ കണ്ടു മടുത്ത കഥയും സീനുകളും, ലഞ്ചം, അഴിമതി, രാജ്യസ്നേഹം, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ മാറ്റി മറിച്ചുള്ള ഒരു തിരക്കഥ എന്നൊന്നും പറയാൻ മാത്രം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. ഇനിയിപ്പം ചിത്രത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ 1-ാം ഭാഗത്തിൽ എ ആർ റഹ്മാൻ അനശ്വരമാക്കിയ കിഡിലൻ പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒക്കെയായിരുന്നു ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അതിന്റെ ചില റെഫറൻസുകൾ ഇവിടെ വരുന്നുണ്ട്. ആ റെഫറൻസുകൾ മാത്രമാണ് അല്പമെങ്കിലും കേൾക്കാൻ രസമുള്ളത്. അനിരുദ്ധന്റെ മറ്റ് സംഗീതമൊക്കെ ഒട്ടും ആവേശം നൽകാതെയാണ് കടന്നുപോയത്. ഷൂട്ട് ചെയ്തപ്പോൾ 6 മണിക്കൂർ നീണ്ടുപോയതുകൊണ്ട് മാത്രം അത് മുറിച്ച് 2 ഇപ്പോൾ റിലീസിന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം 3-ാം ഭാഗവും കാണേണ്ടി വരും. വേറെ പണിയൊന്നുമില്ലെങ്കിൽ കുറച്ച് തണുപ്പും ബഹളവും ഒക്കെ കേട്ട് കുറച്ച് സമയമൊക്കെ കളയാൻ പറ്റിയൊരു സിനിമ എന്നതിലുപരി പ്രത്യേകിച്ച് വലിയൊരു ഇമ്പാക്ട് ഒന്നും നൽകുന്ന സിനിമയല്ല ഇന്ത്യൻ 2. വളരെ നിരാശാകരമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ചിത്രം നൽകിയത്. ഇന്ത്യൻ 2 കണ്ട പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.